വാർത്തകളിലേക്ക്. സിപിഎമ്മിനെ വിമർശിച്ചും യുഡിഎഫിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായും മുഖപ്രസംഗത്തിൽ പറയുന്നു. സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ വലിയ വിമർശനം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയം യുഡിഎഫിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും മുഖപ്രസംഗത്തിലുണ്ട്. സിപിഎമ്മിനെ വിമർശിച്ചും യുഡിഎഫിനെ പുകഴ്ത്തിയുമാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം എഴുതിയത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായി മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. വലിയ വിമർശനമാണ് സിപിഎമ്മിനെതിരെ ഈ മുഖപ്രസംഗത്തിൽ എഴുതിയത്. പ്രധാനമായും ഇത്തരത്തിലുള്ള സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം, ഈ പ്രചാരണമാണ് എൽഡിഎഫിനെ വലിയ തോൽവിയിലേക്ക് പാലക്കാട്ടേക്ക് എത്തിച്ചതെന്നാണ് ഈ പത്രത്തിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് വലിയ ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയെന്നും മുഖപ്രസംഗത്തിലുണ്ട്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇപ്പോൾ സിപിഎമ്മിന് വലിയ വിമർശനമാണ് സമസ്ത മുഖപത്രം നൽകുന്നത്. ഏറ്റവും പ്രധാനമായി സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണമാണ് എൽഡിഎഫ് പാലക്കാട് നടത്തിയതെന്നും പറയുന്നു. മറ്റെന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സിപിഎമ്മിനെ വിമർശിച്ചും യുഡിഎഫിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നു. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും ഈ പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനാധിപത്യ കേരളം തള്ളിയതായി മുഖപ്രസംഗത്തിൽ പറയുന്നു. CV അനുമോദ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ വിശദാംശം. നമുക്കറിയാം, സുപ്രഭാതത്തിൽ വന്ന പരസ്യം അത് വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. ഇപ്പോൾ സുപ്രഭാതത്തിൽ തന്നെ മുഖപ്രസംഗം എഴുതി സംസ്ഥാന സർക്കാരിനെതിരെ, LDF-നെതിരെ വലിയ വിമർശനമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നുവെന്ന് സമസ്ത തുറന്നടിക്കുകയാണ്. ഇത് മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു. ഇതിനെ അവജ്ഞയോടെ ജനാധിപത്യ കേരളം തള്ളിയെന്നും പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് എന്തുകൊണ്ട് 3ാം സ്ഥാനം കരകയറാൻ കഴിഞ്ഞില്ലെന്ന് CPM പരിശോധിക്കണമെന്നും സമസ്ത മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം UDF-ന് വലിയ പ്രശംസയും ഈ മുഖപ്രസംഗത്തിൽ നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ വിജയം UDF-ന് വലിയ ആത്മവിശ്വാസം ആണ് നൽകുന്നത്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്നും ഈ ഒരു മുഖപ്രസംഗത്തിൽ പറഞ്ഞു. അതായത് സമസ്ത നിലപാട് ആണ് ഈ എഡിറ്റോറിയലിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത്. മറ്റ് പരസ്യവും രണ്ടാണ് എന്ന് സമസ്ത നേരത്തെ തന്നെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു മുഖപ്രസംഗമാണ് ഇപ്പോൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭവ്യ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ്, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനം വിവാദമായതോടെ വിശദീകരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. മറ്റൊരു നേതാവെന്ന് ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് സലാമിന്റെ വിശദീകരണം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച P സരീൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമെന്ന് വ്യക്തമായെന്നുമായിരുന്നു പരാമർശം. നമുക്ക് ആദ്യം പഴയ പ്രതികരണത്തിലേക്ക് പോകാം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. വിവാദമായ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി ഇപ്പോൾ PMA സലാം പറഞ്ഞ മറുപടിയിലേക്ക്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ
ഞാൻ ഒളിയം ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. CV അനുമോദ് തുടരുന്നു. അനുമോദ്, നമുക്കറിയാം ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാ PMA സലാം പറഞ്ഞ് കുടുങ്ങി അല്ലേ? PMA സലാം ആദ്യമായിട്ടല്ല സമസ്ത നേതാക്കൾക്കെതിരെ, മതപണ്ഡിതർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ വിവാദങ്ങളിലൊക്കെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം PMA സലാം പറയുന്നത് എപ്പോഴും വിവാദമാവുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും PK കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് സമസ്ത നേതൃത്വത്തെ തിരുത്തുവാനും അത് നിലപാട് വ്യക്തമാക്കുവാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അത് ലീഗിന്റെ നിലപാടായിട്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ അന്ന് സമസ്തയും വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വിവാദങ്ങളിലേക്ക് പോകാതെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം ശേഷം തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുവാൻ ഭാഗമായിട്ട് കുവൈത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. കേക്ക് മുറിക്കുമ്പോൾ ആയിരുന്നു ഈ ഒരു പ്രസ്താവന. അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും PMA സലാമിന്റെ മുൻകാല പ്രസ്താവനകളും ശൈലിയും എല്ലാം പിന്തുടർന്നവർക്ക് അറിയാം അദ്ദേഹം ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരാമർശമായിരുന്നു PMA സലാമിന്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷെ അതിനെതിരെ സമസ്തയുടെ പോഷക സംഘടനകളെല്ലാം തന്നെ വലിയ വിമർശനം ഉന്നയിക്കുകയും ഒന്നായി രംഗത്ത് വരികയും ചെയ്തപ്പോൾ അദ്ദേഹം ആ പ്രസ്താവനയിൽ തിരുത്തൽ വരുത്തി താൻ ഉദ്ദേശിച്ച പിണറായി വിജയനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. സമസ്ത അണികളിൽ ഇത് വലിയ ഒരു വിവാദത്തിന്, പുതിയൊരു വിവാദത്തിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരുവാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.